ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഐ മേക്കപ്പാണ്. അപ്പോൾ അതെങ്ങനെയാണ് തുടങ്ങാൻ നോക്കാം. അപ്പോൾ ചെറിയ കണ്ണുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കണ്ണ് അടച്ചു പിടിച്ചിട്ടായിട്ട് എഴുതേണ്ടി വരും. ഇതിപ്പോൾ എനിക്ക് അല്ലാതെ തന്നെ എഴുതാൻ പറ്റുന്നതുകൊണ്ട് തുറന്നു പിടിച്ച് എഴുതുന്നതാണ്. അപ്പോൾ ഒറ്റ ലൈൻ വരയ്ക്കുക. ആ ലൈനെ ആദ്യം ഒരു ലൈൻ വരച്ചതിന് ശേഷം തുടക്കം മുതലേ ഈ കണ്ണിൻ്റെ വാലറ്റം വരെ ഒറ്റ ലൈൻ വരച്ചതിന് ശേഷം പിന്നെ അത് വീതി കൂട്ടണമെങ്കിൽ വീതി കൂട്ടാം, ഫില്ല് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴിയാണ് പോയി പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതിന് ശേഷം ഞാൻ ഇതൊന്നും കൂടി ഒന്ന് തിക്കാക്കി കൊണ്ടുവരാനാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് കളർ സെൻസിൻ്റെ ഐലൈനറാണ്. നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാണിത്. ഒരു ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ബ്ലാക്ക് കളറാണ്. ഇത് വാട്ടർ പ്രൂഫാണ് ഈ ഐലൈനർ. ഇനിയിപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ തുടക്കം മുതലേ ഞാനിതൊന്ന് ഇത്തിരി കൂടി ഒന്ന് വീതി കൂട്ടിയെടുക്കുകയാണ്. ചെറിയൊരു കണ്ണിൻ്റെ അറ്റത്ത് ചെറിയൊരു ബെൻഡിങ് കൊടുത്തിട്ടുണ്ട്. വാല് പോലെ ഒന്ന് വളച്ചെടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേക ഭംഗിയാണ് കണ്ണിന്. കണ്ണ് ചെറുതാണെന്നുണ്ടെങ്കിൽ അതിന് നീളം കൂട്ടുവാനൊക്കെ ആയിട്ട് വാലിൻ്റെ അറ്റം ഇത്തിരി കൂടി ഒന്ന് നീട്ടി വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണ് ഇത്തിരി കൂടി ഒന്ന് വലുതായി തോന്നിക്കും. ഇനിയിപ്പോൾ ചെറിയ കണ്ണുള്ളവരാണെന്നുണ്ടെങ്കിൽ കണ്ണ് ഒരു സൈഡ് മാത്രം, അതായത് മുകൾ ഭാഗം മാത്രം ഐലൈനർ വരച്ചതിന് ശേഷം നമുക്ക് താഴെ മസ്കാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരിക്കും. ഇതിപ്പോൾ മോഡേൺ വേഷത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജീൻസിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കണ്ണെഴുതിയതിന് ശേഷം താഴെയും മുകളിലും മസ്കാര ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചും കൂടി ഭംഗി. ഇനിയിപ്പോൾ ഞാൻ താഴെ എഴുതാൻ പോവാണ്. അത് ഇതേപോലെ തന്നെ അതിൻ്റെ ഒരറ്റം മുതൽ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതായത് കണ്ണിൻ്റെ ഉള്ളിലോട്ട് അധികം പരമാവധി നീക്കി എഴുതുക, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഈ മഷി പരക്കും. അപ്പോൾ അത് പരമാവധി അറ്റത്തോട്ട് നീക്കി എഴുതുക. ഈ കൺപീലി തുടങ്ങുന്ന ഭാഗം വരെ നീക്കി എഴുതുക. അതുപോലെ തന്നെ മറ്റേ കണ്ണും ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി അത് ഒന്ന് തിക്കാക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയൊരു പൊട്ട് വെച്ച് കൊടുക്കാം. ചെറിയൊരു പൊട്ട് കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭംഗിയായി. അതായത് ചുരിദാർ, സാരി അങ്ങനെയുള്ള ഡ്രസ്സിലേക്കൊക്കെ ഇതുപോലെ രണ്ട് സൈഡും കണ്ണെഴുതിയിട്ട് മസ്കാര ചെയ്ത് കൊടുക്കുകയും കുറച്ചും കൂടി ഭംഗി. ഇനിയിപ്പോൾ മസ്കാരയ്ക്ക് പകരമായിട്ട് ഞാനിവിടെ ഇപ്പോൾ ഈ ഐലൈനർ ഭയങ്കര തിക്കായതുകൊണ്ട്, നല്ല ഡാർക്ക് കളറായതുകൊണ്ട് ഞാനിപ്പോൾ അവിടെ മസ്കാരയ്ക്ക് പകരം ഈ ഇതാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഇതിപ്പോൾ നമ്മൾ ഐലൈനർ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി കട്ട പിടിച്ച പോലെ കൺപീലിമ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിന് ശേഷം മസ്കാര ഉപയോഗിച്ചിട്ടത് റെഡിയാക്കി എടുക്കാം. ഇനി മസ്കാര ഉപയോഗിച്ചിട്ടത് ഓരോ ലാഷസും നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാം. മസ്കാരയിൽ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചതിൽ ഏറ്റവും നല്ല മസ്കാര എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ 4D മസ്കാരയാണ്. ഇത് 4D ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇത് കേൾ ചെയ്ത് കൊടുക്കണമെങ്കിൽ കേൾ ചെയ്ത് കൊടുക്കാം. ഞാൻ ചെറിയ പൊട്ട് മാറ്റിയിട്ട് ഇത്തിരി കൂടി ഒരു വലിയൊരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു കളഭം തൊട്ട് കൊടുത്തു. ഇതാണ് ഫൈനൽ ലുക്ക്. കണ്ണിൻ്റെ ഉള്ളിലോട്ടൊന്നും പരന്നിട്ടില്ല. പരമാവധി നീക്കിയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് തന്നെ കൺപോളയിലേക്ക്, അതായത് കൺപോള ചിലരുടെ ഡാർക്ക് കളർ ഉണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു ഷെയ്ഡ് ഐ ഷാഡോ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഡാർക്ക് ഓറഞ്ച് കളറായിരുന്നു, അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറൊക്കെ ഉള്ള ഐ ഷാഡോ ആണ് ഞാൻ ചെയ്ത് കൊടുത്തത്. ഇനിയിപ്പോൾ സാധാരണ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇവിടെ ഹിമാലയയുടെ കാജലാണ്, ഞാൻ ചെറിയ കാജലാണ് എടുത്തിട്ടുള്ളത്. ഇത് സാധാരണ ലുക്കാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. തൊട്ട് മുൻപ് ചെയ്ത് കുറച്ചും കൂടി ഹെവി ആയിരുന്നു. ഇത് സാധാ സിമ്പിൾ ലുക്കാണ്. ഈ ഹിമാലയയുടെ കാജലും അതുപോലെ തന്നെ നല്ല തിക്കാണ്. ഒറ്റ തവണ എഴുതിയാൽ മതി, നല്ല തിക്കായിട്ടിരിക്കും.
കംപ്ലീറ്റ് എഴുതി കൊടുത്തു. ഇനി ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് 2 ലാഷസിലും മുകളിലും താഴെ നമ്മൾ മസ്കാര ചെയ്ത് കൊടുക്കാം. മസ്കാരയ്ക്ക് പകരം ഞാനിവിടെ ലൈനർ വെച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഒന്നെങ്കിൽ കേളർ വെച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മസ്കാരയുടെ ബ്രഷ് ഉപയോഗിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. മുകളിലത്തെ ലാഷസ് അതുപോലെ തന്നെ താഴെ. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വൈപ്സ് ഉപയോഗിച്ച് മുകളിലും തുടച്ചു കൊടുക്കാം. ഇതിപ്പോൾ താഴെ ഇതേപോലെ തന്നെ ഓരോ ലാഷസ് നമുക്കിതുപോലെ ഈ ലൈനർ ഉപയോഗിച്ചിട്ട് നല്ല രസമായിട്ട് വരച്ചെടുക്കാം. ഇത് ഇപ്പോൾ ഈ ലൈനർ വെച്ച് വരച്ചിട്ടുള്ളത് ഇത്തിരി ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാഷസൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കാൻ സഹായിക്കും. ഇതാണ് എക്സ്പ്രസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഈ മസ്കാരയാണ് 4D മസ്കാര. നമ്മുടെ ഐലാഷസ് ഇച്ചിരി കൂടി ലെങ്ത്തിലോട്ട് വരുന്നത് ഇത്